Yeah. Here we installed the cooling plant. And next to that, the control. Excuse me, sir. Chandretananu. Urgent ആണെന്ന് പറഞ്ഞു. Okay. One moment. എന്താ ചേട്ടാ? എന്ത് പറ്റി? കിരൺ, this is an emergency. എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കാണണം. Look, ചന്ദ്രേട്ടാ, ഞാനിവിടെ. No, കിരൺ. No excuses, please. ഇത് അമ്മുവിന്റെ ഒരു പ്രശ്നമാണ്. She is in big trouble. ചന്ദ്രേട്ടാ, അമ്മു? നീ ഇപ്പൊ തന്നെ ഓഫീസിലെത്തണം. I'll be there. Okay. ഞാൻ വരാം. Take a look. ചെക്കിടപാടിൽ കബളിപ്പിച്ചു എന്ന് കള്ളത്തെളിവുണ്ടാക്കി അമ്മുവിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു ആ വിക്ടറിന്റെ കിഷൻപട്ടയുടെ ആൾക്കാര്. പോലീസിൽ അവർ കൊടുത്തിരിക്കുന്ന പരാതിയുടെയും ഡോക്യുമെന്റ്സിന്റെ കോപ്പികളാണ് ഫ്രം എ റിലയബിൾ സോഴ്സ്. But how this possible, ചന്ദ്രേട്ടാ? അമ്മു ആർക്ക് എന്തിന് ചെക്ക് എഴുതി കൊടുത്തു ഇമാരി പറയുന്നത്? This can't be. No, കിരൺ. അമ്മു is responsible. But how? പാവം സ്വാമിനാഥൻ സാർ അവസാന കാലത്തെ ഗതികേടിൽ വിക്ടറിന്റെ ഇടപാടിൽ കണ്ണീ കണ്ടവരോടൊക്കെ പണം പലിശയ്ക്ക് കടം വാങ്ങിച്ചു. ഈടായിട്ട് ഭാര്യയുടെ മകളുടെ പേരിലുള്ള ചെക്ക് തന്നെ വേണമെന്ന് ചിലരെങ്കിലും നിർബന്ധിച്ച് കാണും. നിക്കക്കള്ളി ഇല്ലാതെ സാർ അതിന് സമ്മതിച്ചും കാണും. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്. പക്ഷെ ഇവന്മാർ ഈ ചെയ്യുന്ന ഒന്നും അമ്മൂനോടുള്ള വൈരാഗ്യം കൊണ്ടല്ല കിരൺ. ഒക്കെ രവിയോടുള്ള കണക്ക് തീർക്കവന്മാര്. ആ ബട്ടയും വിക്ടറും ബാസ്റ്റാർഡ്സ്. അന്നേ ഒരു 100 വട്ടം ഞാൻ പറഞ്ഞതാ രവിയോട്, യുവന്മാരുടെ അനാവശ്യമായിട്ടുള്ള ശത്രുത ഒന്നും വേണ്ടാന്ന്. ആര് കേൾക്കാൻ? കണ്ടില്ലേ, ഇവിടെ ഷാർജയിലും അബുദാബിയിലായിട്ട് 3 കേസുകൾ അവർ മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോ പറഞ്ഞില്ലേ കിരൺ, ഇനിയിപ്പോ ഏത് നിമിഷവും അമ്മൂനെ അന്വേഷിച്ച് പോലീസ് വീട്ടിൽ കയറി വരാം. ഇതിപ്പോ വല്ലാത്തൊരു ട്രാപ്പിലായി പോയല്ലോ നമ്മള്. കിരൺ, ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് അമ്മൂനെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും നമുക്ക് മാറ്റണം. തൽക്കാലം പോലീസിന് എത്തിപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. ഫ്ലൈറ്റിൽ നിന്ന് അവസാനമായിട്ട് ഫോണിൽ കിട്ടിയപ്പോൾ രവി പറഞ്ഞത് അത് തന്നെയാണ്. പെട്ടെന്ന് റെഡിയാകാൻ ഞാൻ അമ്മൂനോട് പറഞ്ഞിട്ടുണ്ട്. സേഫായിട്ടൊരു സ്ഥലവും ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പം കൂടാതെ ബോർഡർ കിടക്കാനും ഏർപ്പാടാക്കിയിട്ടുണ്ട്. യു ഹാവ് ടു ഗോ വിത്ത് അമ്മു. കൂടെ യൂസഫും വരും. പുറപ്പെട്ടപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തു പറ്റുകയാണ്? എന്താ ആലോചിക്കുന്നത്? ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഇപ്പൊ എത്ര ദൂരം പോകുന്നതാണ് നമ്മള്? ഒരു 600 കിലോമീറ്റർ. ചന്ദ്രേട്ടൻ പറഞ്ഞൊരു വാശി തോന്നിയിട്ട് പെട്ടെന്ന് അമ്മൂനെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു പോയെങ്കിലും എവിടെയൊക്കെ എന്തൊക്കെയോ ശരിയല്ലാത്ത പോലെ, ശരിയല്ലാത്ത എന്തൊക്കെയോ ചെയ്യുന്നൊരു തോന്നൽ പോലെ. എങ്ങനെയെങ്കിലും മേജറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ. വെറുതെ ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ട് ഞാൻ ഓരോന്നും എന്നോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അമ്മ പറയടാണ്ട, യു റിലാക്സ്. मुनीर, मुनीर। हाँ, मैं इधर ही हूँ साहब. अस्सलाम वालेकुम. वालेकुम सलाम. हेलो जी. ശരിക്കും ഇത് ആരുടെ സ്ഥലം യൂസഫ്? എന്തോ ചന്ദ്രേട്ടന്റെ ഏതോ പാർട്ണർഷിപ്പിലുള്ള ഇടപാടാണെന്ന് അറിയൂ. മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട് ഞാനിവിടെ. ദിസ് ഇസ് എ സേഫ് പ്ലേസ്. ആവശ്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഇവനോട് പറഞ്ഞാൽ മതി, ഇവൻ നോക്കിക്കൊള്ളും. देखो मुनीर, साहब और मेम साहब को अच्छी तरह ख्याल रखना. जी साहब. അപ്പോൾ നീ ഇവിടെ നിന്ന് 50 കിലോമീറ്റർ പോയാൽ അത്യാവശ്യം പ്രൊവിഷൻസ് കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി വേണ്ടതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി തന്നെ തിരിച്ചു പോകണം. എനിക്ക് തിരിച്ചു പോകാനോ? വാട്ട് യു മീൻ? ഞാൻ തിരിച്ചു തന്നോളാനാ ചന്ദ്രേട്ടന്റെ കൽപ്പന. അറിയാലോ, മേജർ സ്ഥലത്തില്ലാത്തപ്പോ ചന്ദ്രേട്ടന്റെ കമാൻഡിലാ ഞാൻ. അതാ പതിവ്. ഏയ്, അമ്മ സമാനപ്പെട്ടോളൂ. ഇവിടെ ഒരു കുഴപ്പം വരാൻ പോണില്ല അല്ലേടാ? യെസ്. നീ പോയിക്കോ. പോയിട്ട് വേമ്പ. ഓക്കെ മാഡം, ഇപ്പൊ ഞാൻ ഇങ്ങെത്തും. ഒരു 1.5 മണിക്കൂർ. കം.
Sorry, Yusuf. Really sorry. Come on, get up. Come on, come on, come on, come on. अरे इतना मारा तू इसको, दिमाग खराब हो गया तुम्हारा. I'm sorry, Yusuf. देखो, നീ രവി മാമന്റെ വിശ്വസ്തനായി പോയില്ലേ. That's why I forced. സോറി യൂസഫ്, ദാ ഇങ്ങനെ നിന്നെ ബലം പ്രയോഗിച്ച് ഇവിടെ കൊണ്ടുവരേണ്ടി വന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട് ചന്ദ്രേട്ടന്. ഒരു സിഗരറ്റ് വേണോ നിനക്കൊന്ന് റിലാക്സ് ചെയ്യാൻ? ഓർ എ ഡ്രിങ്ക്? ചന്ദ്രേട്ട നിങ്ങള് കൂൾ ഡൗൺ യൂസഫ്. കണ്ണിന്റെ മുമ്പിൽ പെട്ടെന്ന് ഇങ്ങനെ ചന്ദ്രേട്ടനെ കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നീ എന്ന് എനിക്കറിയാം. ഇത്രയധിക കാലം ആട്ടും തുപ്പും അധിക്ഷേപം ഒക്കെ സഹിച്ച് നിന്നെപ്പോലെ തന്നെ രവിയുടെ കൂടെ നിന്നവനായി ഞാനും. പക്ഷേ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഒറ്റയടിക്ക് ചന്ദ്രേട്ടനെ ചവിട്ടി പുറത്താക്കിയിട്ട് എല്ലാം അങ്ങ് കൈയടക്കി കളയാമെന്ന് വിചാരിച്ചാലുണ്ടല്ലോ. നോ, നെവർ. നിന്റെ രവി എപ്പോഴും ഇങ്ങനെ ചന്ദ്രേട്ടനെ കളിയാക്കി പറയാറില്ലടാ, ഗാംബ്ലർ എന്ന്. ഉള്ളിന്റെ ഉള്ളിൽ അത് തന്നെയാ ചന്ദ്രേട്ടൻ ഇപ്പോഴും, ചൂതാട്ടക്കാരൻ. സോ ദാറ്റ്സ് ഇറ്റ്. ചന്ദ്രേട്ടൻ കൂറുമാറി ചവിട്ടുന്നു. ചന്ദ്രേട്ടൻ തനിച്ചല്ല, കൂടെ നീയും. എന്താ രവി നിന്റെ പേരിൽ ഏതെങ്കിലും കാലത്ത് എഴുതി വയ്ക്കൂന്ന് വീമ്പിളക്കുന്നത് പോലെ ദുബായ് പോർട്ടിലെ 1.25 ചക്രത്തിന്റെ ഉണക്കമീൻ കച്ചവടം അല്ല ഇത്. ദാ ഒന്നും മൂളിയാ മതി നീയ്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ, ഇല്ലെങ്കിൽ ബോംബെയില്. നീ ചോദിക്കുന്ന പണം നിനക്ക് തരും ബട്ടാജി, ഇൻ ക്രോഴ്സ്. പകരം കൂടെ നിന്ന് ഒപ്പം നടന്ന് ഈ ബട്ടാജിയുടെ കാൽ ചുവട്ടിക്കൊണ്ടു എറിഞ്ഞു കൊടുക്കണം നമുക്ക് രവിയെ. गोली मार दूंगा तेरे को. अरे खड़े रह. जिंदा नहीं छोड़ूंगा तेरे को. खड़ा रह. नो प्लीज यार, तो चुप कर प्लीज. यार मैं बोला ना चुप कर, समझाई से പ്ലീസ്. എന്റെ ഒപ്പം നിൽക്കാൻ തയ്യാറല്ലെങ്കിൽ ഹി ക്യാൻ ഗോ ബാക്ക്. ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു പോയിക്കോട്ടെ യൂസഫ്. അറേ യെസ്, ജീവനോടെ വിട്ടാൽ ഇവൻ എല്ലാം ചെന്ന് രവിയോട് പറയും, അത്രയല്ലേ ഉള്ളൂ. ഐ ഡോണ്ട് കെയർ. എന്നായാലും രവി ഇതൊക്കെ അറിയാനുള്ളതല്ലേ. പക്ഷെ അതിന്റെ പേരിൽ ഇവന്റെ ജീവൻ എടുക്കാൻ പാടില്ല. ഹി ഷുഡ് ഗോ. ബട്ടാജി, ഇറ്റ്സ് എ റിക്വസ്റ്റ് പ്ലീസ്. ചന്ദ്രേട്ടന്റെ കാർ പുറത്തുണ്ട്, നിനക്ക് പോകാം. യൂസഫ്, son of a bitch. अरे विक्टर, अरे ये तो कमाल का आदमी निकला यार. देख. हेलो 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 ചന്ദ്രേട്ടൻ. എന്തേ കിട്ടുന്നില്ല ചന്ദ്രേട്ടനെ? വിളിച്ചിട്ട് ലൈൻ ത്രൂ ആവുന്നില്ല. ഒരുപക്ഷെ ചന്ദ്രേട്ടൻ ഇങ്ങോട്ട് പുറപ്പെടണമെങ്കിലോ, അല്ലെങ്കിൽ യൂസഫ് അവിടെ എത്തി കാണില്ല. ചെല്ലട്ടെ, അവര് വിളിക്കും. എന്നാൽ ഇതുവരെ രവിച്ചാനും വിളിച്ചില്ലല്ലോ കിരൺ. ഏയ്, സമയം കിട്ടിക്കാണില്ല ഇച്ചായന. ആശുപത്രി കിടക്കക്കരിന്ന് മാറാൻ സമ്മതിച്ചു കാണില്ല ചന്ദൻ പാപ്പ. അല്ലെങ്കിൽ പിന്നെ ഈ പാവം ലെഫ്റ്റനന്റ് വിളിച്ചില്ലേലും അടുക്കളക്കാരെ വിളിക്കാൻ മറക്കുകയല്ല മേതറോ. അതെ, അമ്മ പോയി കിടന്നോളൂ. ഞാൻ ട്രൈ ചെയ്തോളാം ചന്ദ്രേട്ടനെ യൂസഫിനെയൊക്കെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
अम्मू 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 freeze I said freeze hey drop the gun jump वरना मैं तेरी अम्मू को उड़ा दूंगा hey no come on hurry up move hurry up come on hey लड़की को लेके आओ ഇതൊന്നും മനഃപൂർവ്വമല്ല മോളെ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ഹിം ഹി മെയ്ഡ് മീ എ ചീറ്റ് ദാ ഇവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഒടുവിൽ ഇങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി വന്നത് ചന്ദ്രൻ നായർക്ക് പട്ടാജി ഷൂട്ട് ഹിം കം ഓൺ ഷൂട്ട് ദിസ് ബ്ലഡി പ്ലീസ് चुप कर रतन ले जा इस लड़की को जल्दी ले जा साली को ले जा साली को Hey, drop the guns! Hey, drop the guns! I will shoot this bastard! No! Come on, drop it! Come on! Arra! തിരിച്ചു വിടരാ മോനെ! No! ഇല്ലെങ്കിൽ ഇവനെ! विक्टर तूने तो कमाल कर दिया यार चल साले चल साला मुझको मारेगा ये उल का पट्टा साला रतन जी आ जाओ आग लगा दो इसे जी जैसे रवि मामन ने शकील को लगाई थी पूरी बिल्डिंग में आग लगा दो ठीक है चल नायर इश्क तो खुदा है हर शय से वो जुदा है मेरा इश्क तो खुदा है हर शय से वो जुदा है मेरा इश्क तो खुदा है खुदा मेरे साथ वो हमेशा हमेशा मेरे साथ वो हमेशा महफिल में अकेला महफिल में अकेला मेरे साथ Excuse me. I know you. Hey, aren't you Mr. Chandra Nair? well yes and you I'm Anjali Bhaktiyar. And tell me, Chandratan, how come you're here? that ए छोकरी इधर आ Just a minute. बात करनी है तुझसे हाँ तू नायर को इतना क्यों सताती है No, I चुप कर बकवास मत कर अच्छा जा नाच कर जा चल विक्टर चल दरवाजा खोल
चल विक्टर। Hello everybody, you are doing a good job. Come on. ए दरवाजे खोल, चल रही। विक्टर संभल के, हाँ रास्ता टेढ़ा है थोड़ा, आराम से आ जा। प्यारी छोकरी सोती है अभी। इस बेचारी को और एक हैवी डोज दो। जा जा जा। അല്ല പട്ടാജി, നമ്മളിയുള്ള മരുന്നെല്ലാം കൂടി കുത്തിവെച്ച് ഈ പെങ്കുച്ചിനെ ഇങ്ങനെ മയക്കി കിടത്തി കൊടുക്കാം. ഇതിന് വല്ല സംഭവിച്ചു പോയാലോ? ആഹാ അതെ, ഫൂൽനാമത് വേണ്ടി മലക്കിടപ്പ് കിടക്കുന്ന ഒരൊറ്റ തുറുപ്പേ ബാക്കിയുള്ളൂ നമ്മുടെ കയ്യിൽ. ദൈവമാമൻ വന്നിറങ്ങുമ്പോൾ വിലവേശാനായിട്ട്. अबे चुप कर यार, कुछ नहीं होगा उसे। सुनो, इसे एक हैवी डोज और दो। ठीक है, कुछ नहीं होगा इस कुतिया को। चल सो जा मेरी राजकुमारी, सो जा, सो जा। Yes, definitely. I'll be at the airstrip. I'll receive him. What is the ETA? Those 4 PM. well. Okay. News from Bombay? യെസ്, സർജറി കഴിഞ്ഞ് ചന്തമ്പാപ്പയ്ക്ക് ബോധം തെളിഞ്ഞിരിക്കുന്നു അത്രേ. ആൻഡ് രവി ഈസ് ഫ്ലൈയിങ് ബാക്ക്. ട്രിപ്പ് കട്ട് ഷോട്ട് ചെയ്ത് രവി ഇന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു പുറപ്പെടുന്നു. So what? അല്ല പട്ടാജി, എന്നാലും രവി ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോ ഐ മീൻ ഇവിടെ എല്ലാം ഭദ്രമാണല്ലോ അല്ലേ പട്ടാജി? Come on, relax. Have a drink. അതെ, Come on. രവി വരുമ്പോ ധൈര്യമായിട്ട് എയർ സ്ട്രിപ്പിൽ ഉണ്ടായ മതി നായരി. Go receive him. ആ Hi, Ravi. Hi. Welcome back. Are you drunk? No. എന്നിട്ട് എന്ത് പറ്റി ചന്ദ്രേട്ടൻ? നിങ്ങളെന്താ ഒറ്റയ്ക്ക്? എവിടെ പോയി കിരൺ? എവിടെ യൂസഫ്? രവി, അത് ചന്ദ്രേട്ട പ്ലീസ്, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈസ് ദർ എനിത്തിങ് ടെറിബിളി റോങ്? യെസ്. Come, Ravi. I must talk to you. So, that is the story. അല്ലേ ചന്ദ്രേട്ടൻ? ചെക്ക് കേസിൽ അമ്മു പോലീസ് പിടിയിലാവെന്ന് അറിഞ്ഞപ്പോ യു പ്ലേഡ് എ ഗെയിം. എന്നോട് അനുവാദം ചോദിച്ചു എന്ന് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അമ്മുവിനെ നിങ്ങൾ കിരണിനെയും കൂട്ടി നിങ്ങളുടെ ഫാം ഹൗസിലേക്ക് അയച്ചു. ഓ മൈ സേക്ക്, എന്നെ കരുതിയിട്ട്, അമ്മുവിന്റെ സേഫ്റ്റിയെ കരുതിയിട്ട്, അല്ലേ? Yes, Ravi. That's all what I could do. ഗുഡ്. Thanks. പിന്നെ പിറ്റേന്ന് നിങ്ങൾ അവിടെ എത്തുമ്പോൾ കത്തിക്കരിഞ്ഞ നിലയിൽ ഫാം ഹൗസിന് വിഴുങ്ങിയ തീയിൽ കാവൽക്കാരൻ മുനീറിനോടൊപ്പം പാവ എന്റെ കിരണം പെട്ടുപോയിട്ടുണ്ടാവും. അതിനാണ് സാധ്യത, അല്ലേ ചന്ദ്രേട്ടൻ? Ravi, please. I'm terribly sorry. യെസ്, ബട്ട് അമ്മു ഇസ് സേഫ്. കിഷൻ ഭട്ടയുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതായി അവർ തന്നെ ചന്ദ്രേട്ടനെ അറിയിച്ചു. ഇന്ന് നാളെ രാവിലെ ഭട്ടയുടെ ദൂതന്മാർ എന്നെ കാണാനെത്തും. ആൻഡ് ദേ വിൽ ടെൽ മീ വാട്ട് എക്സാക്ട്ലി ഐ ഷുഡ് ഡു. എന്തൊക്കെ എഴുതി കഴിവേറ്റി കൊടുത്താൽ അമ്മുവിന് ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് പഠിപ്പിച്ചു തരും അവരെനിക്ക്, അല്ലേ ചന്ദ്രേട്ടൻ? രവി പ്ലീസ്, അറിഞ്ഞ വിവരങ്ങൾ മുഴുവൻ അങ്ങോട്ട് ധരിപ്പിച്ചു എന്നല്ലാതെ കൂടുതലൊന്നും അറിയില്ല ചന്ദ്രേട്ടനും. പ്ലീസ് രവി, ഐ മീൻ ഇറ്റ്. യെസ്, പക്ഷേ എന്റെ ആബ്സെൻസിൽ ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്നെപ്പോലും വിവരം അറിയിക്കുന്നത് ഞാനിവിടെ വന്നിറങ്ങിയതിനു ശേഷം മതി എന്ന് തീരുമാനിച്ചു ചന്ദ്രേട്ടൻ. രവി, അത് ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത പരിഭ്രമത്തിന്റെ ഇടയിലും കാര്യങ്ങൾ പോലീസിൽ അറിയിച്ചാൽ അമ്മുവിന്റെ ജീവൻ അപകടത്തിലായി പോകും എന്നൊരു തീരുമാനമെടുക്കാൻ പോകുന്ന ബുദ്ധിയും കൂടെ തോന്നിച്ചു ചന്ദ്രേട്ടൻ, അല്ലേ? രവി പ്ലീസ്, എന്തു പറ്റി രവി?
ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ല എന്നുണ്ടോ രവിക്ക്? അതോ ഡോണ്ട് യു? യെസ് ഐ ഡു. Rather I did trust you, but not anymore. രവി, എന്നിട്ട് പറയണം ചന്ദ്രേട്ടൻ, എവിടെയുണ്ട് യൂസഫ്? എവിടെയുണ്ടവൻ? ഞാൻ പറഞ്ഞല്ലോ രവി, he too is. യെസ്, he too is missing. ഒരുപക്ഷെ ഭട്ടയുടെ ആൾക്കാർ അവനെയും കെണിവെച്ച് പിടിച്ച് കൊന്നു കാണും. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ ചോദിച്ച പണം കൊടുത്ത് അവരവനെ വിലക്കെടുത്ത് കാണും. അല്ലേ ചന്ദ്രേട്ടൻ? രവി, ഞാനങ്ങനെ പറഞ്ഞു എന്നല്ലാതെ I said it's possible. യെസ്, യു സെഡ് ഇറ്റ്സ് പോസിബിൾ. എന്നെ ഒറ്റ കൊടുത്ത് കാണുവാൻ അല്ലേ? രവി, ഞാൻ അതേടാ, ചങ്കില് ജീവനുള്ളിടത്തോളം കാലം ഈ രവി മാമനെ വില പറഞ്ഞ് വിൽക്കില്ല യൂസഫ്. കഴിയില്ല അവനതിന്. പക്ഷേ യു ഡിഡ് ദാറ്റ്. കിഷൻ പട്ടേ എന്ന പെറ്റി ഹുഡ്ലം ഒരു വല പിരിച്ചതിൽ 5-6 പിച്ചക്കാശിട്ട് തന്നപ്പോ യു ട്രൈഡഡ് യുവർസെൽഫ് ആൻഡ് യു ട്രൈഡഡ് മീ. യു ട്രൈഡഡ് മീ. പ്ലീസ് പറയടാ, എവിടെയാ കൊന്നു കുഴിച്ചു മുടിച്ച എന്റെ യൂസഫിനെ? എനിക്കറിയില്ല. പറയാൻ എങ്ങനെയാ ചുട്ടി ചാമ്പലാക്കി എന്റെ കിരണ്ണെ? എനിക്കറിയില്ല. Bring her in and call the police. രവി, നോക്ക്, കാല് പിടിച്ച് പറയുക ചന്ദ്രേട്ടൻ. പ്ലീസ് പ്ലീസ് ട്രസ്റ്റ് മീ. വിശ്വസിക്കണം നിങ്ങൾ ഞാനല്ലേ? അതേടോ, ഐ ട്രസ്റ്റഡ് യു. ഒരു കൂടപ്പുറപ്പിനെ പോലെ വിശ്വസിച്ച് നിങ്ങളെ ഞാൻ ഒരു ജ്യേഷ്ഠനെ പോലെ സ്നേഹിച്ചു. ബട്ട് യു ഫെയിൽഡ് മീ. ഒക്കെ വിറ്റ് തീരുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് ഓർക്കാമായിരുന്നു ചന്ദ്രേട്ടന്. ഒന്നുമില്ലായ്മയിൽ നിന്ന് പിടിച്ചു കയറുമ്പോഴും നിങ്ങളെ ഞാനിങ്ങനെ ഒപ്പം കൂട്ടിയതിനെ കുറിച്ച്, ഓരോ ചതികളിലും ഇങ്ങനെ ചെന്ന് വീഴുമ്പോഴും ഒക്കെ പുറത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതിനെ കുറിച്ച്. കിഷൻ ഭട്ടയും രവിമാമനും തമ്മിൽ അടിച്ചു നശിക്കുമ്പോൾ അവശേഷിക്കുന്നതെല്ലാം ഒറ്റയ്ക്ക് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് മോഹിച്ച് ഒരു ഓവർനൈറ്റ് ഫോർച്യൂണിന് ജീവിതം ഗ്യാമ്പിൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ സത്യം നിങ്ങൾ ഓർമ്മിക്കണമായിരുന്നു ചന്ദ്രേട്ടൻ. ദാ, ഈ ദുബായ് നഗരത്തിന്റെ ഇത്തിരിയില്ലാത്ത അണ്ടർവേൾഡിന്റെ ഓരോ മിടിപ്പുകളും അങ്ങ് ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ തൊട്ടറിയാൻ കഴിയും ബോംബെ ഇന്ന് ഓർഗനൈസ് ക്രൈമിന്റെ മെഗാപോളിസിലെ ചന്ദൻ പാപ്പമാർക്ക്. യു ഷുഡന്റ് ഹാവ് ഫോർഗോട്ടൻ ദാറ്റ്. ഇനി പറയണം, എവിടെയുണ്ട് എന്റെ അമ്മ? ഇല്ല രവി, എന്നെ വിശ്വസിക്കണം. ഒന്നും അറിയില്ല, ഒന്നും അറിയില്ലേ ചന്ദ്രേട്ടന്? Shut your rotten trap, you. നിനക്ക് അറിയില്ലല്ലേ? പ്ലീസ് രവി. ഇവിടെ അറിയും ചന്ദ്രേട്ടൻ അല്ലേ? യെസ്, അഞ്ജലി ഭക്തിയാർ. ഒരിക്കൽ എന്റെ പിടിയിൽപ്പെട്ടിട്ട് പിന്നെ കിഷൻ പട്ടയുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചെങ്കിലും അന്ന് മുതൽ രവി മാമനാണ് ഇവിടെ ഗോഡ് ഫാദർ. ആൻഡ് ഷീസ് ഓൺ മൈ പേറോൾസ്. യു ടു ഹാവ് മെറ്റ് അല്ലേ? യാ, ഇന്നലെയും കണ്ടിരുന്നു ഭട്ടയുടെ കൂടെ. Nana, bring them in. രവി, പ്ലീസ്. Hello? Yes? One moment. For you. No. One Mr. Kiran. Kiran Cherian Pothan. Oh my God. Kiran! Kiran!